മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി മമ്മൂട്ടിയും പൃഥ്വിരാജും പോരാട്ടം. 160 സിനിമകളാണ് ഇത്തവണ ചലച്ചിത്ര അവാർഡിനായി മത്സരിക്കുന്നത്. മത്സരിക്കുന്ന 160 സിനിമകളിൽ 84 പുതുമുഖ സംവിധായകരുടേതാണ്. മമ്മൂക്കയുടെ 2 സിനിമകളും മോഹൻലാലിന്റെ ഒരു സിനിമയും മത്സരിക്കുന്നുണ്ട്. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോർ, റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് മമ്മൂക്കയുടെ ചിത്രങ്ങൾ. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നേരാണ് മോഹൻലാലിന്റേതായി മത്സരിക്കുന്നത്. ബ്ലസ്സിയുടെ സംവിധാനത്തിലെത്തിയ ആടുജീവിതത്തിലെ അഭിനയമാണ് പൃഥ്വിരാജിനെ മത്സരത്തിന് മുൻനിരയെത്തിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ, ഉർവശിയും പാർവതി തിരുവോത്തും ഒന്നിച്ച ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊയ്ക്ക് എന്നീ സിനിമകളും മത്സരത്തിനുണ്ട്. ജൂറിയുടെ ആദ്യഘട്ട അവാർഡ് നിർണയ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിനുള്ള ആകെ സിനിമകളിൽ നിന്ന് 30% രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 2 പ്രാഥമിക സമിതികൾ 80 സിനിമകൾ വീതം കണ്ട് തീരുമാനിക്കുന്ന 30ഓളം സിനിമകൾ അന്തിമ ജൂറി വിലയിരുത്തിയാണ് അവാർഡ് പ്രഖ്യാപിക്കുക. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ആരായിരിക്കും ഈ വർഷത്തെ മികച്ച നടനെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ആരായിരിക്കും ഈ വർഷത്തെ മികച്ച നടനെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും.